ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. CPIM വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSKTU പ്രവർത്തകർ കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇടത് സർക്കാർ നടപ്പാക്കിയ ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ പെൻഷൻ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് എത്തിയത്. കേരളത്തിലെ 64 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായാണ് കഴിഞ്ഞ 10 വർഷം ഈ പദ്ധതി മുന്നോട്ടു പോയത്. എന്നാൽ നിലവിൽ UDF സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം പെൻഷൻ വിതരണം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റുകയാണ്. ഇത് പ്രായമായ ഗുണഭോക്താക്കൾക്ക് വലിയ തോതിൽ പ്രതിസന്ധിയായി മാറും. മുൻകാലങ്ങളെപ്പോലെ മാസങ്ങളോളം പെൻഷൻ കുടിശ്ശികയായി വയ്ക്കാൻ ഈ തീരുമാനം വഴിവെക്കുമെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് VK രാജീവ് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ സാഹചര്യത്തിൽ ഒരുമിച്ച് തീരുമാനിച്ചു കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കട്ടെ. അങ്ങനെയാണ് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. സ്വാഭാവികമായും അന്നുണ്ടായിരുന്ന ആദ്യത്തെ ചുമതല പെൻഷൻ കുടിശ്ശികയാക്കി വെച്ചിരുന്ന UDF കുടിശ്ശികയാക്കി വെച്ചിരുന്ന 18 വർഷത്തെ കുടിശ്ശിക ഒന്നാകെ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഗവൺമെന്റ് പെൻഷൻ കുടിശ്ശിക തീർത്തു. തീർത്തതിന്റെ തുടർച്ചയായി പറഞ്ഞു കേരളത്തിലെ സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളിലും പെൻഷൻ എത്തിക്കും. അങ്ങനെയാണ് വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വീടുകളിൽ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്ക് ഇരുമ്പിളിയത്ത് പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത്. K കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KK രാജീവ്, PP രഘുനാഥ്, നാസർ കൊട്ടാരം, നന്ദിനി കോട്ടീരി, M സാജിദ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ചടങ്ങിൽ കുന്നാവ വാവ സ്വാഗതവും K മജീദ നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.